കേരള രാഷ്ട്രീയത്തിലെ ചുവന്ന കോട്ടയെന്നാണ് പയ്യന്നൂർ അറിയപ്പെടുന്നത്. ഇപ്പോൾ പയ്യന്നൂരിൽ അപ്രതീക്ഷിത സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. CPM മുൻ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സിറ്റിംഗ് MLA ആയ TA മധുസൂദനൻ അവിടെ ജനവിധി തേടാൻ ഒരുങ്ങുകയാണ്. എന്തായിരിക്കും പയ്യന്നൂരിലെ ഇത്തവണത്തെ ഒരു ചിത്രം? അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. TI മധുസൂദനന്റെ സാധ്യതകൾ എത്രത്തോളമാണ്? വോട്ടുകൾ വിഭജിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ഇപ്പം പയ്യന്നൂർ പോലൊരു മണ്ഡലം സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകാറില്ല. കാരണം CPM-ന്റെ കോട്ടയാണ്. അവിടെ മറ്റെന്ത് രാഷ്ട്രീയ കൊടുങ്കാറ്റ് വീശിയാലും അത് ഇളകാത്തൊരു കോട്ടയായിട്ട് തന്നെ നിലനിൽക്കും. അങ്ങനൊരു മണ്ഡലമായിരുന്നു അത്. ഇപ്പോഴും അതിൽ വലിയ മാറ്റമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വി കുഞ്ഞികൃഷ്ണൻ ഒരു വിമതനായിട്ട് നമുക്ക് വെറും ഒരു വിമതനല്ല. കാരണം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പല വിമതരെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വിമതം മാത്രമല്ല, ഈ പറഞ്ഞ പോലെ തന്നെ മുൻ ഏരിയ സെക്രട്ടറിയാണ്, CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, പയ്യന്നൂരിലെ CPM-ന്റെ സുപ്രീം ആയിരുന്നു അദ്ദേഹം. ആ വ്യക്തിയാണ് തെരഞ്ഞെടുപ്പിൽ മധുസൂദനെതിരെ മത്സരിക്കുന്നത്. കാരണം അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളെല്ലാം മധുസൂദനെതിരെയായിരുന്നു. അപ്പം അങ്ങനെ വീണ്ടും അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ അതൊരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞൊരു അപ്രതീക്ഷിത സംഭവങ്ങൾ അത് തോന്നിച്ച് വരുന്നുണ്ട്. ഒരു ശ്രദ്ധ പയ്യന്നൂരെ കൂടി വരുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 49,700 സംതിങ് വോട്ടുകൾക്കാണ് മധുസൂദനൻ അവിടെ ജയിച്ചത്. ആ ഒരു മണ്ഡലത്തിൽ ഇത്തവണ വിജയം വീണ്ടും നേടുന്നതാണ് ഞാൻ കരുതുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഭൂരിപക്ഷം കുറഞ്ഞാൽ തന്നെ അത് CPM-ന് തോൽവിയായിരിക്കും, ധാർമ്മികമായ ഒരു തോൽവിയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം കുഞ്ഞികൃഷ്ണനോട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ഒരു വിഭാഗം കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സ്ഥാനാർത്ഥിയിലേക്ക് വരുന്നത്. ഇനിയിപ്പോൾ മറ്റു മുന്നണികളുടെ സാധ്യതകൾ അവരും കൂടി എങ്ങനെയാണ് ഇതിനെ കാണുന്നതാണ് കണ്ടറിയേണ്ടത്. പക്ഷേ ആ കോട്ട ഇളകുമെന്ന് ഞാൻ കരുതുന്നില്ല. ശരിക്കും പയ്യന്നൂരിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം എന്താണ്? മുൻകാലങ്ങളിൽ ആരാരെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ടല്ലോ. പയ്യന്നൂർ മണ്ഡലം ഒരിക്കലും മാറി ചിന്തിട്ടില്ല. CPM-നെ മാത്രം ജയിപ്പിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. പിണറായി വിജയനും സുബ്രഹ്മണ്യ ക്ഷണയും പോലുള്ള PK ശ്രീമതി ചിലപ്പോൾ തലമുതിർന്ന നേതാക്കൾ നിയമസഭയിൽ എത്തിയൊരു മണ്ഡലമാണ്. അവിടെ CPM-ന്റെ ഒരു ഉറച്ച കോട്ട തന്നെയാണ്. ആ ഒരു കാലാകാലങ്ങളിൽ ഇപ്പോൾ പറഞ്ഞാൽ തന്നെ ഒരു കേരളത്തിലെ കോട്ടകൾ എന്ന് പറയുമ്പോൾ ഇളകുന്ന കോട്ടകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പയ്യന്നൂർ പോലത്തെ കോട്ടകളൊന്നും ഒരിക്കലും ഇളകുന്നതിൻ്റെ ഒരു സൂചന പോലും കാണിച്ചിട്ടില്ല എന്നതാണ്. ഈ പറഞ്ഞ പോലെ അവിടുത്തെ മുനിസിപ്പാലിറ്റി ആയാലും പിന്നെ നഗര പഞ്ചായത്തുകളായാലും എല്ലാം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ UDF തരംഗം മാഞ്ഞുവീശി എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പിലും 30,000-ലധികം ഭൂരിപക്ഷം CPM-ന് അല്ലെങ്കിൽ LDF-ന് ആ മണ്ഡലത്തിലുണ്ട്. അപ്പോൾ തന്നെ ചിത്രം വ്യക്തമാണ്. ഏതൊരു തരംഗം UDF തരംഗമായാലും എന്തോന്നാലും നമ്മൾ കൂടുതലധികം പറയേണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താനാണ് പയ്യന്നൂരിലെ പ്രതിനിധിത്വ മണ്ഡലത്തിലെ കാസർഗോഡ് മണ്ഡലത്തിലെ MP. ആ രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ 2 തവണ ജയിച്ചപ്പോൾ പോലും പയ്യന്നൂർ മണ്ഡലത്തിൽ LDF-ന്റെ സ്ഥാനാർത്ഥിക്കായിരുന്നു ലീഡ്. അങ്ങനെ ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലും ഏത് ഘട്ടത്തിലും LDF-നൊപ്പം ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ CPM-നൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൻ്റെ ഒരു മണ്ഡലമാണത്. അവിടത്തേക്കാണ് ഇപ്പോൾ ഒരു വിമത ശബ്ദം വരുന്നത്. അതും അതിൻ്റെ ഒരു ഏരിയ സെക്രട്ടറിയിൽ തന്നെ പയ്യന്നൂർ പെരിങ്ങും 2 ഏരിയയാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ആ പയ്യന്നൂർ ഏരിയയുടെ സെക്രട്ടറിയാണ് വരുന്നത് ഈ വിമത പ്രശ്നം വരുന്നത്. അങ്ങനെ ഒരു ചുവപ്പ് കോട്ടയാണ്. ഞാൻ പറഞ്ഞ പിണറായി വിജയനും സുബ്രഹ്മണ്യ ക്ഷണയും പോലുള്ള നേതാക്കളെ CPM-ന്റെ പ്രധാന നേതാക്കളെല്ലാം കൊണ്ടുവന്നൊരു മണ്ഡലം. ആരോഗ്യമന്ത്രിയായിട്ട് ശ്രീമതി ചെറുവന്നത് പയ്യന്നൂരിലെ MLA ആയിട്ടായിരുന്നു. അങ്ങനെ ഒരു ചുവപ്പ് ആ മണ്ഡലത്തിന് ചരിത്രം നോക്കിയാൽ ചുവപ്പല്ലാതെ മറ്റൊരു കളർ കാണാൻ വേണ്ടി പറ്റില്ല. അവിടെയാണ് ഇപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ചുവപ്പ് കലങ്ങുമോ എന്നൊരു സംശയം നമ്മൾ വരുന്നത്. ഈ ഫണ്ട് വിവാദമാണല്ലോ പയ്യന്നൂരിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും ചർച്ച ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രശ്നത്തിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉരുതിരിഞ്ഞ് വന്നിട്ടുള്ളതും. അപ്പോൾ ഈ ഇത്തരം സംഭവങ്ങൾ ഈ ആഭ്യന്തര കലഹം മറ്റു പാർട്ടികൾക്ക് BJP-ക്കും കോൺഗ്രസിനൊക്കെ ഗുണകരമാകുമോ, അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ പിന്തുണ വി കുഞ്ഞികൃഷ്ണൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും ഈ ചോദ്യത്തിൽ ഇപ്പം പറയുമ്പോൾ തന്നെ നമ്മൾ കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് മറ്റു മുന്നണികളൊന്നും പിന്തുണ തേടില്ല എന്നൊക്കെ അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥി ആകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവാണെന്നാണ് നിരന്തരം അവകാശപ്പെടുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് UDF-ന്റെ പിന്തുണയോ BJP-യുടെ പിന്തുണ ചിന്തിക്കുന്നത് പോലുമില്ല. കാരണം അത് ഒരു വി കുഞ്ഞികൃഷ്ണൻ എന്നൊരു വ്യക്തിയുടെ ചിന്തയിൽ എവിടെയും സമീപകാലത്തൊന്നും നമ്മൾ പറയുന്ന ഒരു സമീപകാലത്ത് ഒന്നും ആ ഒരു ചിന്ത ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ കോൺഗ്രസിന്റെ പിന്തുണ UDF-ന്റെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുകയാണെങ്കിൽ അത് അദ്ദേഹം എങ്ങനെ സ്വീകരിക്കുമോ ഇല്ല അവിടെ കണ്ടറിയേണ്ടത്. എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന് പിന്തുണയ്ക്കുന്നത് വലിയ നഷ്ടം തോന്നില്ല. കാരണം ഒരു നേതാവിന് മത്സരിക്കുന്ന സീറ്റ് പോയേക്കാം. കാരണം അവിടെ ഇപ്പോൾ പറഞ്ഞു വരുന്ന 2-3 പേരുകളുണ്ട് UDF-ന്റെ കോൺഗ്രസിന്റെ നേതാക്കളെ. കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലമാണ്. ആ നേതാക്കൾക്ക് മത്സരിക്കുന്ന അവസരം നഷ്ടപ്പെടുക എന്നതിനപ്പുറം വേറൊന്നും സംഭവിക്കാനില്ല. കാരണം ആ സീറ്റ് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ വെച്ചിട്ട് ഒരു വിമതനെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് പറഞ്ഞാൽ പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പം നമുക്കറിയാം അമ്പലപ്പുഴയിൽ G. സുധാകരനെ പിന്തുണക്കും എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ഥാനാർത്ഥി നിർത്തിലാണ്. അങ്ങനെ സ്ഥാനാർത്ഥി നിർത്താതെ UDF പിന്തുണക്കുമോ എന്നറിയില്ല. അത് മറ്റു മുന്നണികളൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതേ ഉള്ളൂ. അങ്ങനെ ഒരു മണ്ഡലത്തിൽ വരുമ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരു മണ്ഡലം കുറച്ചുകൂടി ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പോരാട്ടം ഒന്നുകൂടി കൊഴുക്കും. അത് മധുസൂദനൻ ശരിക്കും ഒന്നുകൂടി നന്നായി പണിയെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അല്ലാത്തപ്പോൾ നിലവിലെ അവസ്ഥയിൽ അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല. ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റ് ആണ്. ആ ഉത്തമ കമ്മ്യൂണിസ്റ്റ് എന്നതാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കും എന്നാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. അതെ, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഒരു വിമതനല്ല. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ഫണ്ട് പിരിക്കലുമായി ബന്ധപ്പെട്ട കാര്യം ഈ വിവാദത്തിലൊക്കെ അദ്ദേഹം വഹിച്ച പങ്കും വളരെ വലുതാണ്. അപ്പം ഈ ഒരു ഘട്ടത്തിൽ ഇവർക്ക് അതായത് കുഞ്ഞികൃഷ്ണനുള്ള ഒരു വിജയ സാധ്യതയൊക്കെ എത്രത്തോളമായിരിക്കും?
കുഞ്ഞികൃഷ്ണൻ വിജയസാധ്യത ഈ പറഞ്ഞ പോലെ തന്നെ അത് ഇപ്പം പിന്നെ പ്രാദേശികമായിട്ട് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് മധുസൂദനൻ പയ്യന്നൂരിൽ തോൽക്കും, അദ്ദേഹം ഈ രക്തസാക്ഷി വിവാദം എല്ലാം വന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരെയാണല്ലോ അദ്ദേഹം കൂടുതൽ നല്ല അദ്ദേഹത്തിനെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നതാണ്. അപ്പം അതിൽ ഞാൻ കാണുന്ന വേറെ സിനാരിയോ ആണ്. ഈ വിവാദം ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നപ്പോൾ ആദ്യം 2 വർഷം മുന്നേ വിവാദം വന്നിട്ടുണ്ടെങ്കിൽ ചർച്ചയായി. അത് ആ ചർച്ചകൾക്ക് ശേഷമാണല്ലോ എല്ലാം പിന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് കുഞ്ഞികൃഷ്ണൻ മാറ്റുന്നു, ടി വി രാജേഷിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് ചുമതല നൽകുന്നു, ഇദ്ദേഹത്തിന്റെ ചുമതലയിൽ മാറ്റുന്നു. അത് നടപടിയല്ല, ഒരു പ്രശ്നപരിഹാരം എന്ന രീതിയിലാണ് CPM പറഞ്ഞത്. അതിനുശേഷം തിരിച്ചെടുക്കുന്ന സമയത്ത് കുഞ്ഞികൃഷ്ണൻ ജില്ലാ കമ്മിറ്റിയിലേക്കാണ് തിരിച്ചെടുത്തത്. അദ്ദേഹം അതിന് ഓക്കെ ആയിരുന്നു, ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചു വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് എത്തുമ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് വീണ്ടും ഈ വിവാദത്തെ പൊട്ടിക്കുന്നത്, ഈ വിവാദത്തിലേക്ക് ഇവിടെ എത്തിക്കുന്നു. ഈ സമയത്തേക്ക് വരുമ്പം അന്ന് CPM നേതാക്കൾ പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു, കുഞ്ഞികൃഷ്ണൻ പിന്നെ ശ്രമിക്കുന്നത് സ്ഥാനാർത്ഥിയാവാനാണ്, അദ്ദേഹം അധികാരമോഹിയാണ്, സ്ഥാനമോഹിയാണെന്നൊരു വാദം CPM കൊണ്ടുവന്നിരുന്നു, ഒരു നരേഷൻ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ കുഞ്ഞികൃഷ്ണൻ അറിയുന്ന ആർക്കും അങ്ങനെ ഒരു വാദം ഇതുവരെ ഉണ്ടാവും ഞാൻ മനസ്സിലാക്കണം. കാരണം അദ്ദേഹം അങ്ങനെ ഒരു പാർലമെന്റ് രാഷ്ട്രീയ രംഗത്തേക്ക് ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കരുതിയില്ല. കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ മധുസൂദനൻ അല്ലെങ്കിൽ അത് പിന്നെ CPMന്റെ പയ്യന്നൂർ ഏരിയയുടെ മുൻ സെക്രട്ടറി അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ സത്യപാലനോ അല്ലെങ്കിൽ അങ്ങനെ മറ്റു നേതാക്കൾക്ക് ഈ P സന്തോഷിനെ പോലുള്ള നേതാക്കൾക്കോ സത്യപാലനായിരിക്കണം രണ്ടാമതൊരു ചോയ്സ് വരുന്നത്. അങ്ങനെയുള്ള നേതാക്കൾക്ക് പോവുകയല്ലാതെ കുഞ്ഞികൃഷ്ണനെ വയ്ക്കാൻ പോകുന്നില്ല. അത് പയ്യന്നൂരിലെ നേതാക്കൾക്ക് അറിയാം, പയ്യന്നൂരിന് അറിയാം. കാരണം മധുസൂദനൻ മാറിയാൽ കുഞ്ഞികൃഷ്ണൻ ആയിരിക്കില്ല സ്ഥാനാർത്ഥി, പെരിങ്ങോം ഏരിയക്കാണെങ്കിൽ സത്യപാലൻ തന്നെ ആയിരിക്കും. അങ്ങനെ സിറ്റുവേഷനിൽ ഇദ്ദേഹം പിന്നെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയാണ്, MLA ആവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു വരുമ്പോൾ അതെല്ലാവരും CPMന്റെ ഒരു വാദമായി തള്ളി. പക്ഷെ ഇപ്പം നോക്കൂ, ഇദ്ദേഹം വീണ്ടും സ്ഥാനാർത്ഥിയെ വരുമ്പം CPM ഈ നരേഷൻ ഉയർത്തിയാൽ അത് കുറച്ചധികം പിന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലും. കാരണം നമ്മൾ അന്നേ പറഞ്ഞില്ലേ ഇയാൾ MLA ആവാൻ വേണ്ടിയാണ് വരുന്നത്, ഇയാൾ MLA സ്ഥാനം മോഹിച്ചിട്ടാണ് വരുന്നത് പറയുമ്പോൾ അങ്ങനെ സ്ഥാനം വന്നാൽ ഇപ്പോഴത്തെ ഈ വാദം ഇയാൾ നോക്കൂ, ഇയാൾ മത്സരിച്ചു, അതിനൊക്കെ മത്സരിച്ചു എന്ന് പറയും. അപ്പോൾ അവിടെ അങ്ങനെ വരും. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഇത് കുറഞ്ഞു പോകും. അതായത് ആ ഒരു വോട്ട് കിട്ടേണ്ടത് അല്ലെങ്കിൽ ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റിന്റെ ആശയത്തിന് പറഞ്ഞ് കിട്ടുന്ന വോട്ട് കിട്ടാണ്ട് പോകും. അതല്ലാതെ പിന്നെ ഞാൻ കാണുന്നൊരു കാഴ്ചപ്പാട്, നമ്മുടെ നിരീക്ഷണം മാത്രമാണ്, നമുക്ക് പ്രവചിക്കാനാവില്ലല്ലോ, തെരഞ്ഞെടുപ്പാണ്. പക്ഷെ എങ്കിൽ കൂടി പിന്നെ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അവിടെ വിജയസാധ്യത അത്രത്തോളം ഉണ്ടെന്ന്, അങ്ങനെ വിജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമായിട്ട് തോന്നുന്നില്ല കുഞ്ഞികൃഷ്ണൻ. ഈ പറഞ്ഞ പോലെ CPMന്റെ ഒക്കെ ഒരു ഇത് പറയുമ്പോൾ പയ്യന്നൂരിലെ CPM ഒക്കെ പറഞ്ഞാൽ അത് പാർട്ടി ചിഹ്നത്തിന് മാത്രം കുത്തുന്ന വോട്ടിലാണ്, വ്യക്തികൾക്ക് വലിയ റോൾ അവിടെ വരുന്നില്ല. അത് പാർട്ടിയാണ്. ഇപ്പം ഈ സുധാകരന്റെ കേസ് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു, സുധാകരൻ നമ്മളാണ് ജയിപ്പിച്ചത്, സുധാകരൻ ജയിച്ചു വന്നതല്ല പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇപ്പം സ്ഥാനാർത്ഥി ആരായി വന്നാൽ ഈ പറഞ്ഞ സ്ഥാനാർത്ഥി ആരായാലും ഒരു ചിഹ്നത്തിന് കുത്തുന്നതാണ്. പറഞ്ഞ ചോപ്പിന് കുത്തും, കത്തിക്ക് കുത്തുന്നൊക്കെ നമ്മളായിട്ട് പറയും. ഞാൻ പയ്യന്നൂരിലെ വോട്ടറാണ്, അവിടെ കത്തിക്കേ കുത്തു എന്ന് പറയും. എന്ത് സംഭവിച്ചാലും അരിവാൾ ചുറ്റിക്ക നക്ഷത്രം, ആ അരിവാളിനെയാണ് കത്തി എന്ന് പറയുന്നത്, കത്തിക്കേ അവർ കുത്തു. അങ്ങനെ ഒരു മണ്ഡലത്തിൽ പിന്നെ ഈ കുഞ്ഞികൃഷ്ണൻ വന്ന് നിൽക്കുമ്പം കുഞ്ഞികൃഷ്ണൻ പിടിക്കുന്ന വോട്ടുകളും CPMന്റെ വോട്ടുകളായിരിക്കും. ഈ പറഞ്ഞ ഏറ്റവും വലിയ ഒരു പോയിന്റ് അതാണ്. അദ്ദേഹം പിടിക്കുന്നത് ഉറച്ച CPMന്റെ വോട്ടുകളെ പിടിക്കൂ. മധുസൂദന് പിന്നിൽ പാർട്ടി മിഷനറി ഉണ്ടാവും, കേഡർമാരുടെ വോട്ടുകൾ ഉണ്ടാവും. എങ്കിലും അതിൽ നിന്നൊരു വിഹിതമായിരിക്കും ഇദ്ദേഹം പിടിക്കും. കാരണം ഇതിൽ അസംതൃപ്തി ഉണ്ട്, പയ്യന്നൂരിൽ ഒരു വിഭാഗത്തിൽ അസംതൃപ്തി ഉണ്ട്. ഒരു പരസ്യമായ രഹസ്യം, അത് തന്നെയാണ് പരസ്യമായ രഹസ്യമാണ്, എല്ലാവർക്കും അറിയുന്നതാണത്. മധുസൂദനത്തിന്റെ ഒരു ഇതുണ്ട്, വികാരമുണ്ട്. ആ വികാരമുള്ള വോട്ടുകൾ ഇപ്പം പ്രത്യക്ഷമായി പറയുന്നില്ലെങ്കിലും ഒരു വിഭാഗത്തിന് പാർട്ടി ലൈനൊപ്പം നിൽക്കണം, പാർട്ടിക്കെതിരെ ഒരു വാക്ക് പറയില്ല എന്ന് പറയുന്നവരും ബാലറ്റിലേക്ക് പോളിംഗ് ബൂത്തിൽ നമ്മൾക്ക് മാറ്റിക്കുത്താൻ വേണ്ടി പറ്റും. അതാരും അറിയുന്നില്ല, പക്ഷെ നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി പറ്റും. ആ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് ഭൂരിപക്ഷം കുറയും CPMന്റെ LDFന്റെ. അങ്ങനെ അവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ വരുമ്പം അവിടെ ഒരു വിജയത്തിലേക്കൊന്നും നമ്മൾ കാണുന്നില്ല, എങ്കിൽ കൂടി വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് കൂടുതലാണ്. ശരിക്കും ഈ ഫണ്ട് വിവാദം TI മധുസൂദനെതിരെയാണല്ലോ വന്നിട്ടുള്ളത്. അത് TI മധുസൂദനന്റെ വിജയ സാധ്യത ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവോ? അല്ല, അതിനും ഈ പറഞ്ഞ ഫണ്ട് വിവാദം, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് പറയുമ്പോൾ ഒരു CPMന് ഏറ്റവും പറയുന്നത് ഇപ്പം ഈ പറഞ്ഞ നേതാക്കളെല്ലാം പറയുമ്പോൾ എല്ലാവരും വന്ന് പാർട്ടിക്ക് മുകളിൽ രക്തസാക്ഷികൾ മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. പിണറായി വിജയൻ പോലും ഇല്ല എന്ന് പറയുന്ന ഒരു പാർട്ടിയാണിത്. രക്തസാക്ഷികൾ അങ്ങനെ കാണുന്നൊരു പാർട്ടി രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, ഫണ്ട് മുക്കി എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആരോപണമാണ്. ഈ കുഞ്ഞികൃഷ്ണൻ ഇത് ഉന്നയിക്കുന്ന സമയത്ത് പയ്യന്നൂർ മണ്ഡലത്തിൽ മാത്രമല്ല, പയ്യന്നൂരിൽ അത് ബാധിക്കില്ല, അത് പാർട്ടിക്ക് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു ആത്മവിശ്വാസം. അതാണ് ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയെന്നൊക്കെ ഞാൻ കരുതുന്നുണ്ട്. അത് അങ്ങനെ നമുക്ക് പറയാനുള്ള കമന്റ് പറയാനുള്ള ഇതില്ലെങ്കിൽ കൂടി അപ്പം അത് ബാക്കി 139 മണ്ഡലങ്ങൾ ബാധിക്കും. CPM രക്തസാക്ഷി ഫണ്ട് വരെ കൽക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ശബരിമല വിവാദങ്ങളൊക്കെ ഇവരിങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കും, അതിലേക്ക് ചർച്ചയാവും. അത് കുഞ്ഞികൃഷ്ണൻ നോക്കണമായിരുന്നു. കുഞ്ഞികൃഷ്ണൻ അതും അറിയായിരുന്നു, ആ സമയത്താണ് വന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ മധുസൂദന്റെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ സ്ഥാനത്തിൽ CPM ഉയർത്തുന്ന ഇപ്പം അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിന് ചിലപ്പോൾ 2 ടൈം എന്തായാലും കൊടുക്കും. CPM ഒരു MLA മികച്ചൊരു MLA എന്നൊക്കെ പറയുന്നു, ജനകീയ MLA എന്നൊക്കെയാണ് CPM പറയുന്നത്. അപ്പം കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുക്കാതെ ചിലപ്പോൾ മാറിയേനെ. പക്ഷേ ഇപ്പം ഈ വിവാദ സമയത്ത് മധുസൂദന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അവിടെ വരുന്ന ഈ ഫണ്ട് തട്ടിപ്പ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണങ്ങളെല്ലാം പാർട്ടി ശരിവെക്കുന്നുണ്ട്, ഇന്റേണലി ശരിവെക്കുന്നുണ്ട്, പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സീറ്റ് നിഷേധിച്ചെന്നുള്ളൊരു വാദം വരും. അപ്പം അതായത് പാർട്ടി സമ്മതിക്കുന്നു എന്ന് പറയും. അത് ഒരിക്കലും CPM അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല, CPM
CPM അങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും സീറ്റ് കൊടുത്തത്. ഈ പറഞ്ഞ പോലെ മധുസൂദനെ പല വിമതരുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ശബ്ദങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും CPM കേഡർ വോട്ടുകളിൽ വലിയൊരു ഇളക്കം നടത്തില്ല. അതിനിടയ്ക്ക് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ ഈ രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, വെള്ളൂരും പയ്യന്നൂരും തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. വെള്ളൂരാണ് ഈ കുഞ്ഞികൃഷ്ണനൊക്കെ വരുന്ന നേതാക്കളെ എതിർന്നത്, പയ്യന്നൂരാണ് ഇവർ എതിർന്നത്. അങ്ങനെ രണ്ട് പ്രദേശങ്ങളുടെ പ്രശ്നമൊന്നുമല്ല, ഇതൊരു ഈ വിമത വർഷം വിഭാഗീയ വർഷം എന്ന് പറയണില്ല. അതുപോലെ പിന്നെ ഇവർ പ്രതീക്ഷിക്കുന്നത് പെരിങ്ങും എരിയുന്നിൽ വോട്ട് മറിയും. കാരണം മറ്റൊരു സിനാരിയോ ഇതിലുണ്ട്. 2011 തൊട്ട് 2021 വരെ C. കൃഷ്ണനായിരുന്നു MLA. 2011-16 ഘട്ടത്തിൽ അദ്ദേഹം പിന്നെ എനിക്ക് തോന്നുന്നു 32,000 സംതിങ് വോട്ടുകളാണ് ജയിച്ചത്. രണ്ടാമത്തെ ടൈം അദ്ദേഹം മത്സരിക്കാൻ നിൽക്കുമ്പോൾ ചില വിമത ശബ്ദങ്ങൾ ഉയർന്നിരുന്നു. അന്ന് ആ വിമത ശബ്ദം ഉയർത്തിയതിന് പിന്നിൽ മധുസൂദനാണെന്നൊക്കെ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും പാർട്ടിക്ക് അങ്ങനത്തെ ഇതുണ്ടായില്ല. പക്ഷേ രണ്ടാമതും C. കൃഷ്ണ മത്സരിച്ചു, അദ്ദേഹം ജയിച്ചു, ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചാണ് ജയിച്ചത്. അപ്പം അതിനുശേഷം വരുമ്പോൾ പയ്യന്നൂർ ഏരിയയ്ക്ക് പെരിങ്ങമേരിക്ക് അടുത്ത ടൈം പെരിങ്ങമേരിക്ക് സീറ്റ് അവസരം ലഭിക്കുന്നു പറയുന്നു. ആ ഘട്ടത്തിലാണ് മധുസൂദനൻ പയ്യന്നൂർ ഏരിയ തന്നെ വീണ്ടും ഒരാൾ MLA ആവുന്നത്, മത്സരിക്കുന്നത്. വി. കുഞ്ഞികൃഷ്ണന് ഈ പറയുന്നത് പോലെ പയ്യന്നൂരിൽ ഒരു വോട്ട് ബാങ്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇതൊരു അപ്രതീക്ഷിതമായ നീക്കം മാത്രമാണോ ഇങ്ങനെ ഒരു മത്സരിക്കുന്നത്? അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ഉണ്ടോ? അല്ല, അവിടെ വോട്ട് ബാങ്ക് ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ വോട്ട് ബാങ്ക് ആയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് സപ്പോർട്ട് ഉണ്ട്, ഈ പാർട്ടിക്കുള്ള സപ്പോർട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞാൽ ഈ കുഞ്ഞികൃഷ്ണൻ അതിന്റെ ഇത് പൂർത്തിയാക്കിയിട്ട് പറയാം. ഈ പറഞ്ഞ രണ്ടാം ടൈമിൽ C. കൃഷ്ണൻ മത്സരിക്കുന്ന സമയത്ത് പിന്നെ ഈ ഒരു ശബ്ദം വന്നു, C. കൃഷ്ണൻ തന്നെ ജയിച്ചു, ഭൂരിപക്ഷം കുറച്ചു. പിന്നീട് മധുസൂദനാണ് മത്സരിക്കാൻ വരുന്നത്. അപ്പോൾ പെരിങ്ങമേരിക്ക് പിന്നെ അതിർത്തിയുണ്ട്, ഇത്തവണ പെരിങ്ങമേരിക്ക് കിട്ടേണ്ടതാണെന്നൊക്കെ പറഞ്ഞൊരു വാദം, അങ്ങനെ ഒരു വാദം നിൽക്കുന്നുണ്ട്. പക്ഷെ അത് പാർട്ടിക്ക് പുറത്താണ് ഞാൻ കൂടുതൽ കരുതുന്നത്. പാർട്ടിക്കുള്ള അങ്ങനത്തെ വാദം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടിയിൽ നിന്ന് പുറത്തു വരികയാണ്. അപ്പം ഈ പെരിങ്ങമേരിയിലെ വിമത ഒരു പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം വോട്ട് മധുസൂദനെതിരായി വരും, അത് കുഞ്ഞികൃഷ്ണൻ ലഭിക്കുന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ പെരിങ്ങമേരി എന്നായാൽ തന്നെ പെരിങ്ങമേരിയും വൈൻഡൂർ ഏരിയ പോലെ തന്നെ കേഡർ ഏരിയ തന്നെയാണ്. അവിടുന്ന് CPM അവരുടെ വോട്ടൊന്നും അതിൽ മറിയാനൊന്നും പോകുന്നില്ല. അത് പിന്നെ കുഞ്ഞികൃഷ്ണൻ ഇട്ടാനൊന്നും വേണ്ടി പോകുന്നില്ല. ഈ പറഞ്ഞാൽ കുഞ്ഞികൃഷ്ണൻ്റെ വോട്ട് ബാങ്ക് പറഞ്ഞാൽ ഈ CPM കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്കാണ് വലുത്, അതാണ് വലുത് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഈ പയ്യന്നൂരിൽ തദ്ദേശതെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ നഗരസഭയിൽ 36-ാം വാർഡിൽ വൈശാഖ്, ഒരു വിമത മുൻ CPM നേതാവ് അല്ലെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറി, അദ്ദേഹം വിമതനായി മത്സരിച്ച് ജയിക്കുന്നുണ്ട്. DYFയുടെ മുൻ മേഖലാ വൈസ് പ്രസിഡന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു യുവ നേതാവ്, അദ്ദേഹം പിന്നെ പാർട്ടി LDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നു. അവിടെ CPM ആയിരുന്നില്ല വാർഡിൽ മത്സരിച്ചത്, ആ LDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നു. 458 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുന്നുണ്ട്. അതായത് വിമത ശബ്ദം ഉയർത്തി CPMന്റെ അല്ലെങ്കിൽ LDFനെതിരെ വിമതനായി വന്നിട്ട് മത്സരിച്ച് അദ്ദേഹം ജയിച്ച് ഇപ്പം കൗൺസിലറാണ്. അപ്പം അങ്ങനെ സീൻ അവിടെ ഉണ്ട്. അപ്പോൾ വൈശാഖിന് ലഭിച്ചൊരു പിന്തുണ CPMന്റെ നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ CPMന്റെ തീരുമാനത്തിനെതിരെ പുറത്തു വന്ന് മത്സരിക്കുന്ന ഒരാൾ ജയിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഇതും കൂടെ അവർ കാണുന്നുണ്ട്. അപ്പം ഇത് നടക്കായികയൊന്നുമില്ല, പാർട്ടി കോട്ടയിൽ ഇത് നടക്കും എന്നൊരു ചിന്ത വരുമ്പം കുഞ്ഞികൃഷ്ണനും ഇതുപോലെ തന്നെ അട്ടിമറി നടത്താൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടി പറ്റുന്നതാണ് അവർ കരുതുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ വോട്ട് ബാങ്ക് പറഞ്ഞാൽ ഈ ഒരു ഇത് CPMലെ പിന്നെ ഒരു CPMന്റെ മൂല്യങ്ങൾ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഒന്നും ഉത്തമ കമ്മ്യൂണിസ്റ്റ് ഒന്നും മറ്റൊന്നും പറയുന്നത് ആ ഒരു രീതിയിലുള്ള വോട്ട് വരും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരസ്യമായിട്ട് എതിർക്കാൻ പറ്റാത്ത ആൾക്കാർ, അല്ലെങ്കിൽ പിന്നെ ഈ നമ്മൾ ഈ പറഞ്ഞ മധുസൂദനോട് ഒരു അതൃപ്തിയുള്ള ആൾക്കാർ, അവരുടെ വോട്ടുകളൊക്കെ ലഭിച്ചേക്കും. അതിനൊപ്പം UDFന്റെ പിന്തുണ ഇപ്പം ലഭിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വോട്ടുകൾ ലഭിച്ചേക്കും. വോട്ട് മറിയുന്നത് അത് LDFന്റെ കുഞ്ഞികൃഷ്ണൻ പിടിക്കുന്ന വോട്ടുകൾ LDFന്റെ വോട്ടുകൾ തന്നെയായിരിക്കും, ഉറച്ച വോട്ടുകൾ തന്നെയായിരിക്കും. ഈ പറഞ്ഞ പോലെ മധുസൂദനുള്ള അതിർത്തിയുള്ള ഭൂരിപക്ഷം കുറഞ്ഞേക്കും. പക്ഷെ അതിൽ പറ്റും ഞാനിപ്പോഴും കരുതുന്നത് ഒരു 15,000-10,000 ഭൂരിപക്ഷത്തിനും അതിൽ മുകളിൽ 10,000 മുകളിൽ ഭൂരിപക്ഷത്തിൽ എന്തായാലും മധുസൂദൻ തന്നെ പയ്യന്നൂർ ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ വന്നാൽ തന്നെ അതൊരു തോൽവിയാണ്. ഒരു ഭൂരിപക്ഷം ഒരു 20,000 താഴെ വന്നാൽ തന്നെ, അല്ലെങ്കിൽ ഒരു 15,000 താഴെ വന്നാൽ അത് CPM തോൽവിയാണ്. MLA മധുസൂദനായിരിക്കും, പക്ഷെ ധാർമ്മികമായ തോൽവി അവിടെ നേരിടേണ്ടി വരും ഇങ്ങനെ ഒരു സീൻ വന്നു കഴിഞ്ഞാൽ. പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ CPM ഇപ്പോൾ തന്നെ നമുക്കറിയാം, മധുസൂദനൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ ഇന്നലെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ മുതിർന്ന പിന്നെ പാർട്ടി അംഗങ്ങളെ കാണാനും പ്രചരണം നടത്താനും ആരംഭിച്ചിരുന്നു. CPM തീരുമാനത്തിൽ ആരംഭിച്ചിരുന്നു. അവർ ഒരു റൗണ്ട് എന്തായാലും പിന്നെ മണ്ഡല പര്യടനം നടത്തി കഴിഞ്ഞു. ഇതിൽ തൊട്ട് റോഡ് ഷോ അടക്കം വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നതോടെ അദ്ദേഹം അധികാര മോഹിയാണ്, അല്ലെങ്കിൽ സ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം ഉയർത്തിയ ഒരു ആരോപണം മാത്രമാണ് എന്നൊരു വാദം കൂടി മുന്നോട്ട് വെക്കാൻ, നരേഷ് കൂടി മുന്നോട്ട് വെക്കാൻ CPMന് കഴിയും. ആ വാദം കുറച്ചുകൂടി വോട്ടർമാരെ ഇങ്ങോട്ട് തന്നെ എത്തിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് CPM ആദ്യം തന്നെ തീരുമാനിച്ച, അല്ലെങ്കിൽ CPM തെറ്റിയത് കുഞ്ഞികൃഷ്ണനെ ഓഡിറ്ററാക്കിയെടുക്കാൻ തെറ്റിയ കേസാണ്. അദ്ദേഹം ഓഡിറ്ററിന്റെ രംഗത്ത് എത്രത്തോളം ഇതാണെന്ന് അവിടുത്തെ CPMന് അറിയാം. ഇത് വന്നു അങ്ങനെ ഒരു ആശയക്കുഴപ്പം അദ്ദേഹം ഉന്നയിക്കുമ്പോൾ അത് പരിഹരിക്കാൻ പാർട്ടിക്കുള്ളിൽ തന്നെ നടപടി എടുത്തിട്ടാണെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയാണെങ്കിൽ അത് പരിഹരിക്കാൻ CPM തയ്യാറാണായിരുന്നു. അതിനെ ഇങ്ങനെ വളരാൻ വേണ്ടി വിട്ടു. അത് നേതൃത്വത്തിനൊന്നും വീഴ്ചയാണ്. ആ വെല്ലുവിളിയായി മാറുകയും അതാണ് ഒരു വെല്ലുവിളിയായിട്ട് ഇപ്പോഴും പയ്യന്നൂരിലെ CPM അല്ലെങ്കിൽ കണ്ണൂരിലെ CPM തോന്നുന്നുണ്ടാവില്ല. പക്ഷെ അത് മറ്റു മണ്ഡലങ്ങളെ ബാധിക്കും. ഈ പറഞ്ഞ പോലെ ബാക്കിയിലേക്ക് വരുന്നില്ലാണ് പ്രശ്നം വരുന്നത്. അത് പരിഹരിക്കാവുന്നതായിരുന്നു. ഈ പറഞ്ഞ കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തിന് ഈ ആദ്യ ആരോപണത്തിന് ശേഷം തിരിച്ചെടുത്തിട്ടാണല്ലോ ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ നിന്നും വീണ്ടും ഈ ആരോപണം ഇങ്ങനെ വരുന്ന സമയത്താണ് ഇത്. അപ്പം പാർട്ടിയുടെ സ്ഥിരം പ്രശ്നക്കാരനായ ഒരു ഇത് ലെവലിലേക്ക് അവർ കൊണ്ടുപോകുന്നത്. എങ്ങനെയായാലും പ്രചാരണം CPMന്റെ പ്രചാരണം നമുക്കറിയാം, കേഡർ വോട്ടുകൾ വരുന്നത്. അതേ ഒരു കേഡറിലുള്ള ഒരു മുൻ ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗം മറുവശത്ത് നിൽക്കുന്നു. അതൊരു ടാസ്ക് തന്നെയാണ് രണ്ടും വരുന്നത്. പക്ഷേ
CPM-ന് വലിയ വെല്ലുവിളികളില്ല. പയ്യന്നൂർ കോട്ട ഇളകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പയ്യന്നൂർ മണ്ഡലത്തിൽ കോൺഗ്രസും BJP-യും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. CPM കോട്ട കാക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. തീർച്ചയായും അത് നമ്മൾ പ്രവചിക്കാനാവില്ല, രാഷ്ട്രീയമാണ്. പക്ഷേ വലിയ വെല്ലുവിളികൾ ഉണ്ടാവില്ല, വലിയ മാറ്റം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇനിയും 14 ദിവസമുണ്ട്. രാഷ്ട്രീയ അന്തരീക്ഷം എങ്ങനെ മറിയുന്നു, ഈ പറഞ്ഞ സ്ഥാനാർത്ഥികൾ എങ്ങനെ വരുന്നു, അതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. അത് കാത്തിരുന്ന് തന്നെ കാണാം.